സെക്കൻഡ് ചാപ്റ്റർ നെയിമാണ് അവേ ഫ്രം ഡിസീസസ്. ചാപ്റ്റർ 2 അവേ ഫ്രം ഡിസീസസ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ എന്താ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് ഡു നോട്ട്, ഇവിടെ എന്താണ്, ഒരു ഡു നോട്ട് എന്ന് കൊടുത്താൽ മതി. ഡു നോട്ട് സ്പ്രെഡ് വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ മിസ് കുറച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിളാണ് ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, COVID-19, കൊറോണ, കോമൺ കോൾഡ്, ജലദോഷം. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തത്: ക്യാൻസർ, ഡയബറ്റീസ്, ആസ്മ, ഹൈപ്പർ ടെൻഷൻ, ഹൈ BP. നമ്മൾ ക്യാൻസർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഷുഗർ, പ്രഷർ. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോർമലി ഷുഗർ എന്ന് പറയാറുണ്ട് അല്ലേ, അതിനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്, പ്രമേഹം. ആസ്മ ശ്വാസം മുട്ടലാണ്. ഹൈപ്പർ ടെൻഷൻ, ഹൈ BP എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രഷർ. അപ്പോൾ ഷുഗറും പ്രഷറും നോർമലി നമ്മളെ വീട്ടിലൊക്കെ ഗ്രാൻഡ്പക്കും ഗ്രാൻഡ്മക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്ന് വിചാരിച്ച് നമ്മളെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അത് ഉണ്ടാവാറുണ്ടോ? മക്കളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. വേറെ ആർക്കും ഉണ്ടാവാറില്ല. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കമ്മ്യൂണിക്കബിളും പകരാത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും. ഇത് എക്സാമിന് ഈ ഡിസീസസ് മിക്സ് ആയിട്ട് തരും. പ്രോപ്പറായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. ഇനി പാൻഡമിക്സ്, മഹാമാരി. നമുക്കറിയാം നമ്മൾ നമുക്ക് കുറച്ച് കാലം നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈൻ പഠനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, സ്കൂളിലോട്ടൊന്നും പോവാതെ. COVID-19 നമ്മൾ കൊറോണ വന്നൊരു കാലമായിരുന്നു അത്. അപ്പോൾ നമ്മൾ കൊറോണ എന്താണ്, ഒരു പാൻഡമിക്കാണ്, ഒരു മഹാമാരിയാണ്. ഒരു രാജ്യത്തിൽ, എവിടെ, നമ്മുടെ ചൈനയിൽ ഒരു രാജ്യത്തിലുണ്ടായിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളിലോട്ടും അത് സ്പ്രെഡായി വലിയ മഹാമാരിയായിട്ട് മാറി. ആ മഹാമാരിക്കാണ് പാൻഡമിക് എന്ന് പറയാറ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പാൻഡമിക്. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്റ്റ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് പാൻഡമിക്. അതായത് ഒരു രാജ്യത്തിൽ ഉണ്ടായിട്ട് വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ അത് സ്പ്രെഡായി ഒരുപാട് ആളുകൾക്ക് ആ ഒരു അസുഖം ബാധിക്കുന്നതിനെയാണ്, അങ്ങനെ വരുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ പാൻഡമിക്, മഹാമാരി എന്ന് വിളിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ സ്മോൾ പോക്സ്, ട്യൂബർക്ലോസിസ്, പ്ലാഗ്, COVID-19 എക്സെട്ര. COVID-19 നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുപോലെ കുറേ മുന്നേ പ്ലാഗ്, ട്യൂബർക്ലോസിസ്, സ്മോൾ പോക്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ അസുഖങ്ങൾ ബാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പാൻഡമിക് എന്ന് പറയും. പാൻഡമിക് എന്നുള്ള ഒരു ടേം മൈൻഡിൽ വെക്കുക കേട്ടോ.